ഒരു രാജ്യത്തിന്റെ പുനരുജ്ജീവനത്തിന്റെയും മാനവിക സർഗാത്മകതയുടെയും പ്രതീകമാകേണ്ടിയിരുന്ന പദ്ധതി. എന്നാൽ ഒരുപക്ഷേ ആ സ്വപ്നം താങ്ങാവുന്നതിലും വലിയ ഒന്നായിരുന്നു. സൗദി അറേബ്യയുടെ ഭാവി നഗരമായ ദി ലൈൻ വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ആദ്യം 170 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്ന ഈ ഭീമൻ നഗരം ഇപ്പോൾ വെറും 2.4 കിലോമീറ്ററിലേക്ക് വെട്ടിച്ചുരുക്കി. എന്നിരുന്നാലും സൗദി അറേബ്യയുടെ വികസന ലക്ഷ്യങ്ങളുടെ അന്ത്യമല്ലിത്. നിയോം എന്ന വൻ പദ്ധതി ഇപ്പോഴും മുന്നോട്ടു പോകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഈ പദ്ധതി എത്രത്തോളം പ്രായോഗികമാണ്, ഇതിന്റെ ബലഹീനതകൾ എന്തൊക്കെയാണ്, നമുക്ക് പരിശോധിക്കാം. 2017 സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് ലോകത്തെ ഞെട്ടിച്ച ഈ പ്രഖ്യാപനം നടത്തിയത്. 500 മീറ്റർ ഉയരവും 200 മീറ്റർ വീതിയുമുള്ള 170 കിലോമീറ്റർ നീളത്തിൽ മരുഭൂമിയിലൂടെ നീളുന്ന ഒരു കണ്ണാടി നഗരം 2030ഓടെ പൂർത്തിയാക്കി 90 ലക്ഷം ജനങ്ങളെ പുനരധിവസിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ആരംഭത്തിൽ $500 ബില്യൺ ചിലവ് പ്രതീക്ഷിച്ച ഈ പദ്ധതി 8 മാൻഹട്ടൻ നഗരങ്ങളുടെ വലിപ്പമുള്ള കൂറ്റൻ കണ്ണാടി ഭിത്തികൾ ഉയർത്തുമെന്ന പ്രഖ്യാപനത്തോടെ തന്നെ വൻ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഇപ്പോൾ ആ സംശയങ്ങൾ ശരിയാണെന്ന് തെളിയുകയാണ്. അത്രയും വലിയൊരു നിർമ്മാണം സാധ്യമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 2025 അവസാനത്തോടെ തന്നെ 170 കിലോമീറ്ററിൽ പകുതിയിലേറെ സ്ഥലത്തും ട്രഞ്ചുകളും കുഴികളും മാത്രമാണുള്ളത്. ഇതുവരെ $50 ബില്യൺ ചിലവഴിച്ചുവെങ്കിലും നഗരത്തിന്റെ 1 കിലോമീറ്റർ പോലും ഉയർന്നു പൊങ്ങിയിട്ടില്ല. പണം മുഴുവൻ നിർമ്മാണ സ്ഥലമൊരുക്കാനും കുഴിയെടുക്കാനും മാത്രമാണ് ഉപയോഗിച്ചത്. ഫിസിക്സിന്റെയും സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും നിയമങ്ങൾക്ക് മുന്നിൽ ഈ പദ്ധതി തകരുകയായിരുന്നു. ആദ്യ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് പദ്ധതിയുടെ ബജറ്റ് $1.5 ട്രില്യൺ 1500 ബില്യൺ കുതിച്ചുയർന്നു. സൗദി അറേബ്യയുടെ സമ്പന്നമായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് PIF പോലും താങ്ങാൻ കഴിയാത്ത തുകയാണിത്. PIFന്റെ ആകെ മൂല്യം $926 ബില്യൺ ആണ്. പ്രാദേശിക വിദേശ നിക്ഷേപകർ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ടു വന്നതുമില്ല. ചില പഠനങ്ങളനുസരിച്ച് മുഴുവൻ നിയോം പദ്ധതി പൂർത്തിയാക്കാൻ 2080ഓടെ $9 ട്രില്യൺ വേണ്ടിവരും. സാമ്പത്തിക തടസ്സങ്ങൾക്ക് പുറമേ സാങ്കേതികവും ഭൗതികവുമായ തടസ്സങ്ങളും വലിയ വില്ലനായി. 500 മീറ്റർ ഉയരമുള്ള ഒരു കൂറ്റൻ ഭിത്തി നിർമ്മിക്കാൻ ആവശ്യമായ നിർമ്മാണ മണ്ണ് ലോകത്തിൽ ലഭ്യമല്ല. മരുഭൂമിയിലെ മണൽ മിനുസമാർന്നതായതുകൊണ്ട് കോൺക്രീറ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല. ലോകത്തുള്ള നിർമ്മാണ മണലിന്റെ 5% മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. അത്രയും ഭീമമായ അളവിൽ മണ്ണ് ഇറക്കുമതി ചെയ്യുക എന്നത് പ്രായോഗികമായി അസാധ്യമായിരുന്നു. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമത്തിനു പുറമെ ഭൗതികശാസ്ത്ര നിയമങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന ഡിസൈനുകളായിരുന്നു പദ്ധതിയുടെ മറ്റൊരു വലിയ തിരിച്ചടി. ഉദാഹരണത്തിന്, കടലിനു മുകളിൽ തലകീഴായി തൂങ്ങി നിൽക്കുന്ന ചാൻഡലിയർ ആകൃതിയിലുള്ള ഭീമൻ കെട്ടിടങ്ങൾ. കാറ്റടിക്കുമ്പോൾ ഇത് പെണ്ടുലം പോലെ ആടിയുലഞ്ഞ് അപകടമുണ്ടാക്കുമെന്ന് എഞ്ചിനീയർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ ലോകത്ത് കോൺക്രീറ്റിന് ഉപയോഗിക്കാവുന്ന നിർമ്മാണ മണലിന്റെ കടുത്ത ക്ഷാമം നിലനിൽക്കുമ്പോൾ 500 മീറ്റർ ഉയരവും 170 കിലോമീറ്റർ നീളവുമുള്ള ഒരു നഗരം പണിയുക എന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒന്നായിരുന്നു. ദി ലൈൻ പദ്ധതി ചുരുക്കിയത് വലിയൊരു തിരിച്ചടിയായി പലരും കാണുന്നുണ്ടെങ്കിലും ബെൽജിയത്തിന്റെ അത്രയും വലിപ്പമുള്ള നിയോം എന്ന കൂറ്റൻ മാസ്റ്റർ പ്ലാനിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ഈ ലീനിയർ സിറ്റി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതിയായ വിഷൻ 2030ന്റെ പ്രധാന നട്ടെല്ലാണ് നിയോം. എണ്ണയിതര വരുമാനത്തിലേക്ക് രാജ്യത്തെ നയിക്കാനും സാമ്പത്തിക രംഗം ആധുനികവൽക്കരിക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. വാർത്തകളിൽ തിളങ്ങിയില്ലെങ്കിലും പദ്ധതി നിശബ്ദമായി മുന്നോട്ടു പോകുന്നുണ്ട് എന്നതിന് തെളിവാണ് അടുത്തിടെ നടന്ന കരാറുകൾ. ഡാറ്റ വോൾട്ടുമായി ചേർന്ന് $5 ബില്യൺ വൻകിട ഡാറ്റാ സെന്റർ കരാറിൽ നിയോം ഒപ്പുവെച്ചു. നിയോമിലെ ഓക്സാഗൺ എന്ന ഫ്ലോട്ടിംഗ് തുറമുഖ നഗരത്തിൽ പരിസ്ഥിതി സൗഹൃദമായ ഒരു സീറോ കാർബൺ AI ഫാക്ടറി നിർമ്മിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ ആദ്യഘട്ടം 2028 പൂർത്തിയാകുമ്പോൾ 300 മെഗാവാട്ടും പൂർണ്ണമായി തീരുമ്പോൾ 1.5 ഗിഗാവാട്ടും ഊർജ്ജശേഷി കൈവരിക്കും. അതായത് അമേരിക്കയിലെ വൻകിട ഡാറ്റാ സെന്ററുകൾക്ക് തുല്യമായ പ്രശേഷി സൗദിയിൽ ഉയർന്നുവരും. നിയോമിൽ AI ഡാറ്റാ സെന്ററുകൾക്ക് പുറമെ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. ഇതിന്റെ പണി 80% പൂർത്തിയായി കഴിഞ്ഞു. സൗദി ഭരണാധികാരികൾ
നിയോമിനെ ഒരു തലമുറയ്ക്കായുള്ള ദീർഘകാല നിക്ഷേപമായാണ് കാണുന്നത്. ദ ലൈൻ നഗരത്തിന്റെ പണി വെട്ടിച്ചുരുക്കിയെങ്കിലും ഒരു പ്രായോഗിക നഗരമായി നിയോം പുനർരൂപകൽപ്പന ചെയ്യപ്പെടുകയാണ്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വൈറലായ വൻകിട പദ്ധതിയാണ് ദ ലൈൻ. മുൻകാലങ്ങളിൽ എണ്ണ, മതപരമായ യാഥാസ്ഥിതികത്വം, കർശന നിയമങ്ങൾ എന്നിവയ്ക്ക് മാത്രം പേരുകേട്ടിരുന്ന സൗദി അറേബ്യയെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയെടുക്കാൻ ഈ ഫ്യൂച്ചറിസ്റ്റിക് പ്രൊജക്ടിന് സാധിച്ചു. ലോകത്തിനു മുന്നിൽ ബിസിനസ്സിന് തുറന്നുകൊടുത്ത വിപ്ലവകരമായ ഒരു പുതിയ സൗദിയുടെ ചിത്രം നൽകാനാണ് മുഹമ്മദ് ബിൻ സൽമാൻ ശ്രമിച്ചത്. ഈ സോഫ്റ്റ് പവർ തന്ത്രത്തിന്റെ ഭാഗമായാണ് കായിക രംഗത്തേക്ക് സൗദി കടന്നുവന്നത്. ഫോർമുല 1, സ്പോർട്സ്, പ്രത്യേകിച്ച് ഫുട്ബോൾ എന്നിവയിലേക്ക് കോടിക്കണക്കിന് ഡോളറുകൾ ഒഴുക്കി. ക്രിസ്ത്യാനോ റൊണാൾഡോ, കരീം ബെൻസേമ തുടങ്ങിയ ലോകോത്തര താരങ്ങളെ സ്വന്തം ലീഗിലേക്ക് എത്തിച്ചു. ഇതിന്റെ ഭാഗമായി നിയോം പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിനായി ഫ്രഞ്ച് താരം അലക്സാണ്ടർ ലക്കസെറ്റയെയും അവർ ടീമിലെടുത്തു. നിയോം സ്പോർട്സ് ക്ലബിനായി ദ ലൈൻ നഗരത്തിനുള്ളിൽ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു കൂറ്റൻ സ്റ്റേഡിയം പണിയാൻ പദ്ധതിയിടുന്നുണ്ട്. നിലത്തുനിന്നും 350 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ 46,000 കാണികളെ ഉൾക്കൊള്ളാനാകും. സൗദി അറേബ്യ വേദിയാകുന്ന 2034 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾക്ക് ഈ സ്റ്റേഡിയം ആതിഥേയത്വം വഹിക്കും. സൗദിയെ ലോക സാമ്പത്തിക കായിക കേന്ദ്രമാക്കി മാറ്റുക എന്ന വിഷൻ 2030 ലക്ഷ്യത്തിന്റെ ഉദാഹരണമാണിത്. കായിക മേഖലയിലെ എല്ലാ വാർത്തകളും സൗദി അറേബ്യയ്ക്ക് അനുകൂലമല്ല. 2026 തുടക്കത്തിൽ വെബ്ബിൽഡ്, എവർസെൻഡായി തുടങ്ങിയ വൻകിട നിർമ്മാണ കമ്പനികൾ നിയോമുമായുള്ള കരാറുകളിൽ നിന്ന് പിന്മാറി. 2029 ഏഷ്യൻ വിന്റർ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കേണ്ടിയിരുന്ന ട്രോജീൻ എന്ന മഞ്ഞുമല സ്കീ റിസോർട്ടിന്റെ നിർമ്മാണ കരാറാണ് റദ്ദാക്കിയത്. ഇതിന്റെ ഫലമായി 2029 വിന്റർ ഗെയിംസ് വേദി ട്രോജീനയിൽ നിന്നും കസാഖ്സ്ഥാനിലെ അൽമാട്ടിയിലേക്ക് മാറ്റേണ്ടി വന്നു. നിയോമിന് ഇനി എന്ത് സംഭവിക്കുമെന്ന വലിയ ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. ആഡംബര ടൂറിസത്തിനായി തുറന്നുകൊടുത്ത് സിന്ദാല എന്ന ഐലൻഡിൽ ഇപ്പോഴും പ്രതീക്ഷിച്ച അത്രയും വിനോദസഞ്ചാരികൾ എത്തുന്നില്ല. വാഗ്ദാനം ചെയ്ത വിദേശ നിക്ഷേപങ്ങൾ വരാത്തതും തിരിച്ചടിയായി. എങ്കിലും നിയോം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. വ്യാപാരം, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ടൂറിസം എന്നിവയിൽ നിർണായകമായ പല പങ്കുകളും വഹിക്കാൻ ഈ മേഖലയ്ക്ക് കഴിയും. ഓക്സോഗനിൽ സ്ഥാപിക്കുന്ന സീറോ കാർബൺ AI ഡാറ്റാ സെന്റർ വഴി 21ാം നൂറ്റാണ്ടിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് മാതൃകയാകാൻ സൗദിക്ക് കഴിയും. നിർമ്മാണം 80% പൂർത്തിയായ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിയും 2026 പ്രവർത്തനം തുടങ്ങുന്ന സമുദ്രവ്യാപാര തുറമുഖവും നിയോമിന്റെ സാമ്പത്തിക നട്ടെല്ലായി മാറും. അതുകൊണ്ട് നിയോം പദ്ധതി അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ മുൻനിര നഗരമായി ദ ലൈൻ ചുരുങ്ങിയെങ്കിലും മറ്റ് പദ്ധതികൾ ഇപ്പോഴും സജീവമായി മുന്നോട്ടു പോകുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 170 കിലോമീറ്റർ നീളമുള്ള കണ്ണാടി നഗരം യാഥാർത്ഥ്യമാകുമോ എന്നതിനേക്കാൾ സൗദി അറേബ്യയുടെ ഈ ഭീമൻ പരീക്ഷണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരനിർമ്മാണ പരീക്ഷണങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു. ഇനി സൗദിയുടെ മറ്റൊരു സ്വപ്നത്തിലേക്ക് പോകാം. ലോകത്തിലെ ആദ്യത്തെ 1 കിലോമീറ്റർ ഉയരമുള്ള കെട്ടിടം ജദ്ദ ടവർ. 828 മീറ്റർ ഉയരമുള്ള ബുർജ് ഖലീഫയെ മറികടക്കാനൊരുങ്ങുന്ന ഈ ഭീമൻ കെട്ടിടത്തിന്റെ നിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നത്? അത് അടുത്ത വീഡിയോയിൽ വിശദമായി കാണാം. ഞാൻ വീണ്ടും വരാം. നന്ദി.